ബിഷപ്പ് ഉമ്മൻ ജോർജിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ ഔഗേൻ പിതാവ് ഇഗ്നാത്യോസ് തിരുമേനി എല്ലാ സഭാ വിഭാഗങ്ങളിൽ നിന്നും അതിൻ്റെ നേതാക്കന്മാർ, മത വിഭാഗങ്ങളിലെ പ്രതിനിധിച്ചിട്ടുള്ളവർ, സിസ്റ്റേഴ്സ്, വൈദിക ശ്രേഷ്ഠർ, ചാനൽ സുഹൃത്തുക്കൾ, എല്ലാവർക്കും സ്നേഹമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നതിൽ അതിയായ സന്തോഷം. പ്രിയമുള്ള തയ്യിലച്ഛൻ്റെ വളരെ ആവേശകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരെയും കൂട്ടത്തിൽ ജോലി കിട്ടിയ പോലെയുള്ളവർ കൂടെ കൂടിയപ്പോൾ ഇതൊരു സംഭവമായി മാറി. അതുകൊണ്ട് ഈ സംഭവത്തിന് എങ്ങനെയും വന്നു ചേരണമെന്ന് എനിക്കൊരു ആവേശമുണ്ടായി. യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നും കേൾക്കാത്ത ഒരു പ്രാർത്ഥനയാണ്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവന്മാരെല്ലാം കൂടെ ഒന്നാകണമേ. ഇവന്മാരെല്ലാം കൂടെ ഒന്നാകാത്തതിൻ്റെ കാരണം യഹൂദ പാരമ്പര്യം തന്നെയാണ്. യഹൂദന്മാരെ പറ്റി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യുമല്ലോ, അവരെ ശ്രദ്ധിച്ചാൽ അറിയാം. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ രാജ്യം പ്രകീർത്തിച്ചത് തോമസ് അപ്പോസ്തലനാണ്. അപ്പോൾ അന്ന് ഇവിടെ സിനഗോഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിലോട്ട് വന്നത്. ഇന്ത്യയിലോട്ട് കപ്പൽ കിടന്നുകൊണ്ടൊന്നും വന്നതല്ല. ഇവിടെ സിനഗോഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു മശിഹായെ പ്രതീക്ഷിച്ച് യഹൂദ സമൂഹം ഇരിക്കുന്നത് കൊണ്ട് ആ മശിഹായുടെ ഒരു പ്രതിനിധി വരുന്ന അറിഞ്ഞുകൊണ്ട് അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബക്കാർ ആഠ്യ ബ്രാഹ്മണന്മാർ സ്വീകരിച്ച് അതിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ അതിൻ്റെ വലിയ തെളിവാണ് നസ്രാണിക്ക് ഇറച്ചിയോ മീനോ ഇല്ലെങ്കിൽ കഴിക്കാൻ ഒക്കെയാണ്. നസ്രാണിയുടെ വേറൊരു സ്വഭാവമാണ് ചിതറിപ്പാർക്കുക. യഹൂദിൻ്റെ വേറൊരു സ്വഭാവം ചിതറിപ്പാർക്കുക. ഒരൊറ്റ പിള്ളേരെ ഇവിടെ സഭയിലും കിട്ടുകയില്ല, സമൂഹത്തിലും കിട്ടുകയില്ല. അവർ ഓടുകയാണ്. അവരുടെ കുഴപ്പമല്ല, അവരുടെ ജീവനിൽ കിടക്കുന്നതാണ്. 3, യഹൂദനവിൽ എൻ്റെ ഒരു അഭിമാനമുണ്ട്, ഞാനാണ് ദൈവത്തിൻ്റെ സ്വന്തം, യേശുവിൻ്റെ സ്വന്തം, ഞാനാണ് വലിയ. അത് നമ്മൾക്കെല്ലാം ഉണ്ട്. എനിക്ക് വലിയ അഭിമാനമായിട്ട് എൻ്റെ കുടുംബത്തെ പറയുന്നത്. പക്ഷേ വേദപുസ്തകം വായിക്കുമ്പോൾ ദക്ഷിണേന്ത്യ സഭയുടെ ആംഗ്ലിക്കൻ ട്രഡീഷൻ്റെ ഏറ്റവും വലിയ സമ്മേളനമായ ലാംബർട്ട് കോൺഫറൻസ്, ലോകത്തിലെ 165 രാജ്യങ്ങളിലുള്ള മെത്രാച്ചന്മാർ എല്ലാം കൂടും. ഇതര സഭകളിലെ എല്ലാവർക്കും ഒരു ഗസ്റ്റുണ്ട്. ഈ വർഷത്തെ വിഷയം ഗോഡ്സ് ചർച്ച് ടു ദ ഗോഡ്സ് വേൾഡ്. CSI സഭ 70 വർഷമായപ്പോൾ ഓപ്പൺ ചർച്ച് ടു ദി ഓപ്പൺ വേൾഡ്. അപ്പോൾ സഭകൾക്ക് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇവിടുത്തെ പൈതൃകം എന്ന് പറയുന്ന ആ പൈതൃകത്തിന് മുഴുവൻ അടിവരയിട്ടുകൊണ്ട് 2 പിതാക്കന്മാർ സംസാരിച്ചതും തയ്യിലച്ഛൻ പറഞ്ഞതും എല്ലാം അടിവരയിട്ടുകൊണ്ട് ഇവിടെയുള്ള ഓർത്തഡോക്സ് സഭയിൽ ഒരു നവീകരണം സംഭവിച്ചാൽ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ മിഷണറിമാർ വന്നത്. ബെഞ്ചമിൻ ബെയിൽ ഇവിടെ വന്ന് മലയാള ഭാഷ പഠിച്ച് CMS പ്രസ് ഉണ്ടാക്കി, അച്ചടി ഉണ്ടാക്കി, സാക്ഷരസുന്ദര കേരളത്തെ അക്ഷരം പഠിപ്പിച്ച് അജ്ഞത എഴുതിയ സാക്ഷരസുന്ദര കേരളം. മാവേലിക്കര പള്ളിയിൽ ഞാൻ അച്ഛനായിരുന്നതാണ്. കോട്ടയം പള്ളിയിൽ ഞാൻ അച്ഛനായിരുന്നതാണ്. ഈ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ഇതിനെ വിപുലമാക്കാൻ ആ മിഷണറി മൂവ്മെന്റ്
ഉൾക്കൊണ്ട് ഇവിടെ വന്ന് പോയ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഭകൾ മെത്രാപ്പൊലീത്ത നാളെ തിരുവേനിക്ക് 4 പേർക്ക് പട്ടം കൊടുക്കേണ്ടത് കൊണ്ട് ഇതിനോടുള്ള സ്നേഹം കൊണ്ടാണ് തിരുവേനി വന്ന് പ്രാരംഭമായിട്ടുള്ള ആരാധനയിൽ പ്രസംഗിച്ചിട്ട് പോയത്. കൈവശം ചോദിച്ചു, സുറിയാനി ആരാധനയിൽ ഞാനതിനകത്ത് ലയിച്ചിരിക്കുകയായിരുന്നു. ഞാനതിൻ്റെ ആത്മീയ അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മുഴുവൻ ഞാനതിൽ ലയിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു പ്രയാസവും തോന്നിയില്ല. നമ്മളതിൽ ലയിക്കുന്നതിനനുസരിച്ചാണ് ആ ഒരു വിശാല കാഴ്ചപ്പാടുണ്ടാകുന്നത്. എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം കുടുംബം കോഴഞ്ചേരി പുല്ലക്കാട്ട് മലയിൽ കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ പിതാവാണ് മലയിൽ സാബുക്കോശി ചെറിയ പിതാവ്. എനിക്ക് ശേഷം ബിഷപ്പായതാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ സഭകളിൽ നിന്നും പെന്തക്കോസ്ത് സഭ ഉൾപ്പെടെ തൊട്ട് കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ വരെ ഉള്ള വൈദിക ശ്രേഷ്ഠരുണ്ട്. ദൈവം ഞങ്ങൾ 2 പേര് ഈ ശുശ്രൂഷയിലേക്ക് നയിച്ചു. എൻ്റെ പേര് ഉമ്മനും തൊമ്മനും എന്നെ തോമസ് കെ ഉമ്മൻ തിരുമേനിയും കൂടെ തെറ്റാറുള്ളതുകൊണ്ട് എൻ്റെ മോഡറേറ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെയാണ് നിങ്ങൾ വിളിച്ചെങ്കിൽ വിളിച്ചു, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അദ്ദേഹം എൻ്റെ മോഡറേറ്ററാണ്. എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ചത് അറിയാതെയാണെങ്കിൽ അയ്യോ ഇല്ല പറഞ്ഞു, നീ ഫോട്ടോ ഒന്നും മാറ്റണ്ട, അതിന് വേറെ നോട്ടീസൊന്നും അടിക്കണ്ട. കാരണം നമ്മൾക്ക് ഈ സങ്കടമുള്ള ഒരു കാര്യം ഞാൻ വരാൻ പോകുന്നത്, ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനധിവിദൂര ഭാവിയിൽ ഈ പദം ഇവിടുന്ന് പോകും. പണ്ടത്തെ നമ്പൂതിരി കുടുംബങ്ങളുണ്ടായിരുന്നു. എത്രയോ വലിയ കുടുംബങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു കൃഷ്ണൻ. ഞങ്ങൾ ഒരുമിച്ച് 1ലും 2ലും പോകുന്നത്. സ്വന്തം അമ്പലമുണ്ടായ അനധിവിദൂര ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇതൊരാവേശമായാലൊക്കെയല്ല, ഇതൊരു സ്നേഹമായി മാറണം. ഈ സ്നേഹമാകണമെങ്കിൽ തോമസ് ലീഹായുടെ സ്നേഹം കൊണ്ടാണ്. അത് വിശ്വസിച്ച് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായിട്ട് ആ വലിയ ആ സ്നേഹത്തിൻ്റെ ആ വളർച്ച നമ്മൾക്കുണ്ടായില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ലോകം പഠിക്കണം. സുറിയാനി ക്രിസ്ത്യാനികളിൽ നിന്ന് ലോകം പഠിക്കണം. മൺട്രോ സാഹിബ്, കേണൽ മൺട്രോ, തിരുവനന്തപുരം രാജകുടുംബത്തിൽ അദ്ദേഹത്തിന് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. രാജ്ഞിക്കാണ് പുസ്തകം പ്രകാശനം ചെയ്ത് ഞാനാണ് ആദ്യം പകർപ്പിച്ച് വാങ്ങിയത്. കേണൽ മൺട്രോ ഇവിടെ നിന്ന് കേണൽ സാഹിബിന്റെ ഇവിടെ ഉണ്ടായിരുന്ന സ്വാധീനമുണ്ടാക്കി കേരളത്തെ പൂർത്തീകരിച്ചെടുക്കാൻ സാധിച്ചു. കോട്ടയം CMS കോളേജിൽ പഠിക്കാത്ത പഴയ ആരും കാണുകയില്ല. ഏതെങ്കിലും CMS സ്കൂളിലോ LMS സ്കൂളിലോ ബാസൽ മിഷൻ സ്കൂളിലോ പഠിക്കാത്ത ആരും കാണുകയില്ല ഇവിടെ. അതിന്റെ പേരൊക്കെ സാഹിബന്മാരുടെ പേരായിരിക്കും. അത് ഉമ്മൻചാണ്ടി സാറും പിണറായി വിജയൻ സാറും ഒക്കെ അതിന്റെ ഭാഗങ്ങളാണ്. ഞാനിതൊരു മറ്റു കാര്യത്തിലല്ല പറയുന്നത്. സഭയുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ വിശാല കാഴ്ചപ്പാടാണത്. അതിൽ ആ സ്നേഹം നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ ചുരുങ്ങി 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 നമ്മളില്ലാതെ പോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദേശത്ത് പോയാൽ അവർക്കിതൊന്നും ബാധകമേ അല്ല. ഞാൻ മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ച പിതാവ്. ഞാൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഇതാണ് വിവാഹം കഴിച്ചത്. പിന്നെ 3 മകളെ കെട്ടിച്ചത് റോമൻ കത്തോലിക്ക സഭയിലാണ്. 2ാമത്തെ മോള് പറഞ്ഞു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇറക്കരെ കിട്ടും. ഞാൻ ഒറ്റ കണ്ടീഷൻ വന്നതുകൊണ്ട് യേശുള്ള ഇറക്കരായിരുന്നു. ഞാൻ എൻ്റെ വിശാല കാഴ്ചപ്പാടിൽ പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് എപ്പിസ്കോപ്പൽ ബിഷപ്പുമായിട്ട് വലിയ കമ്പനിയാണല്ലോ, അവരോട് ഇത് കമ്പനി കൊടുത്തതിന് കുഴപ്പമില്ലേ? ഞാൻ പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാട്. കർത്താവ് തോമസ് ലീഹ എന്തിനാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ വന്നത്? ഇനി ആ തോമസ് ലീഹ വന്നിട്ടില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഒരിക്കലും ഈ പാരമ്പര്യം ഇവിടെ നിൽക്കുകയില്ല. മനുഷ്യന്റെ DNA കാര്യം ഇവിടെ പറഞ്ഞു. DNA നശിക്കും. മനുഷ്യന്റെ മരണത്തിൽ DNA നശിക്കും. മനുഷ്യന്റെ RNA നശിക്കുകയില്ല. സയൻസ് വളരെ ശക്തമായി പറയുന്നുണ്ട്. നസ്രാണികൾ നസ്രായന് ആണിയടിക്കുന്നവരാകരുത്. യേശുവിൻ്റെ സ്നേഹം നമ്മൾ ലോകത്തിന് കൊടുക്കണം. ഇല്ലെങ്കിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പാപം ചെയ്ത്
ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് വീണ്ടും ദൈവത്തെ ക്രൂശിക്കുന്നവരാകരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾക്ക് ആ ഒരു വിശാല കാഴ്ചപ്പാടിൽ പോകുവാൻ ഇത് ശക്തമാകട്ടെ. നമ്മൾ നമ്മളെ തന്നെ ഒതുങ്ങാതെ നമ്മളിവിടെ വന്ന് കൊടുത്ത കൊല്ലത്ത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പേരിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി. അതിലൊരു തിയോളജിക്കൽ സബ്ജക്റ്റ് വന്നു. അതിൽ പിന്നത് വന്നില്ല. കാരണം ഞാനൊരു അഭിപ്രായം പറഞ്ഞു പോയി, ഒരു 50 വർഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ഒരു മെത്രാനോ മോഡറേറ്ററോ ആയനെ ഗുരുസ്വാമി. കാരണം അതിന് ചരിത്ര തെളിവിലൂടെ. അത് കഴിഞ്ഞ് സഹോദരക്കാരൻ എന്നോട് പറഞ്ഞു, സത്യമാണ് ഞാൻ പറഞ്ഞത്, ആ സ്വാധീനം ഇവിടെ, ഈ സ്നേഹം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഈ സ്നേഹമാണ് തോമസ് ശ്ലീഹ തന്നത്. തോമസ് ശ്ലീഹ ഈ സ്നേഹം തന്ന് ഇവിടെ ത്യാഗം സഹിച്ച് യേശു കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാരും, യോഹന്നാൻ സ്നാപകൻ തലകളഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ തലകീഴായി ക്രൂശിക്കാൻ തയ്യാറായി, യോഹന്നാൻ അപ്പോസ്തലനെ നാടുകടത്തി. ഇവരൊക്കെ ക്രിസ്തുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പുനരുത്ഥാനത്തിൽ അവകാശം ചോദിച്ചവര്, ഒരുത്തിനടുത്ത് ഒരുത്തൻ വലുത്തും. അവർ മരണപ്പെട്ടപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല. അതുകൊണ്ട് ക്രൈസ്തവ മൂല്യം എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ ത്യാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരാത്തിടത്തോളം കാലം നമ്മൾക്ക് വളരാൻ സാധിക്കുന്നില്ല. വളരെയധികം ത്യാഗം സഹിച്ച് ഇവിടെ നിലയ്ക്കൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ പള്ളിയുണ്ട്. വല്ലപ്പോഴുമാണ് അത് തുറക്കുന്നത്. ഞാൻ ആരെയും വിമർശിക്കില്ല, എൻ്റെയും കൂടെ കുഴപ്പമാണ്. നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തോമസ് ശ്ലീഹായുടെ ആ വലിയ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കണക്ക് പറയേണ്ടവരാണ്. നമ്മുടെ ലോകത്തോട് കണക്ക് പറയേണ്ടവരാണ്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ കൊല്ലം ജില്ല ലോകത്തിലെ ഏറ്റവും അധികം ആത്മഹത്യയുള്ള ജില്ലയാണ്. ലോകത്തിലെ ഡിസ്ട്രിക്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അവിടുത്തെ ബിഷപ്പായി ഞങ്ങളുടെ തിരുവേലിയും അവിടെ നിന്നുള്ള ബിഷപ്പ് തന്നെയാണ്. കൊല്ലത്തിൽ താമസിക്കുന്ന മാവേലിക്കരയാന്നേ ഉള്ളൂ. അവിടുത്തെ മലങ്കര സഭ മുഴുവൻ തിരുവേലിയുടെ കീഴിലാണ്. വരുമ്പോൾ തിരികെ എന്നോട് കണക്ക് ചോദിക്കും. അതിൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും. അതുകൊണ്ട് ഞാൻ എൻ്റെ കുറ്റബോധം നിങ്ങളോട്, എൻ്റെ പ്രയാസം ഷെയർ ചെയ്തതുള്ളൂ. അതുകൊണ്ട് തയ്യിലച്ച അച്ഛൻ്റെ ഈ വലിയ സംരംഭം ഞങ്ങളെല്ലാവരും ഇതൊരു വെറും ഒരു ചാനൽ ചർച്ചയിലോ ഇതൊരു ഫോട്ടോയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒതുങ്ങാതെ തോമസ് ശ്ലീഹായുടെ ആ വലിയ പൈതൃകം ലോകത്തിലൊടുക്കുവാൻ ആ സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് നശിക്കാൻ ആർക്കും സാധിക്കുകയില്ല, ആർക്കും ഇതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. ലോകത്തിലെ 212 രാജ്യങ്ങളിൽ ഏറ്റവും അധികം ക്രിസ്ത്യാനികളുണ്ട്. ക്രൈസ്തവ മതമല്ല, ഇതൊരു മാർഗമാണ്. യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന, തങ്ങളുടെ ജീവനെ കൊടുക്കുവാൻ തയ്യാറാകുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഇന്നുകൊണ്ട് രഹസ്യമായി പരസ്യമായി ത്യാഗം സഹിക്കുന്ന, കഷ്ടം സഹിക്കുന്ന അനേക സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇത് നിലനിന്ന് പോകുകയില്ല. ഇത് കാൽവരി ക്രൂശിൽ വില കൊടുത്തു വാങ്ങിയ ഇതിനു വേണ്ടി ഇന്ന് നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മൾ ഇതിന്റെ പ്രവാചകരായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.